നമസ്കാരം. വർഷം മുഴുവനും ആചരിക്കപ്പെടുന്ന 4 പ്രധാന നവരാത്രികളിൽ ചൈത്ര നവരാത്രിയും, ശരത് നവരാത്രിയും, മാഘ നവരാത്രിയും, ആഷാഢ നവരാത്രിയും, അതിൽ മൺസൂൺ കാലത്ത്, അതായത് നമ്മൾ ഈ മഴയുള്ള സമയങ്ങളിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ ആചരിക്കപ്പെടുന്ന ആഷാഢ നവരാത്രിക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. കാരണം ഇത് വാരാഹി ദേവിക്ക് സവിശേഷമായി സമർപ്പിച്ചിരിക്കുന്നതിനാൽ വരാഹി നവരാത്രിയായും അറിയപ്പെടുന്നു. ദുർഗാദേവിയുടെ ഉഗ്രവും ശക്തവുമായ ഒരു രൂപമാണ് വരാഹി ദേവി. രക്തബീജൻ എന്ന അസുരനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുവാൻ ദുർഗാദേവി സൃഷ്ടിച്ച സപ്തമാതൃകളിൽ ഒരാൾ. ഓരോ മാതൃകയും ഒരു പുരുഷ ദൈവത്തിന്റെ ശക്തിയെ ഉൾക്കൊള്ളുന്നു. വരാഹി ദേവി വിഷ്ണു ഭഗവാൻ വരാഹാവതാരത്തിന്റെ ശ്രീലിംഗ പ്രതിരൂപത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. എല്ലാവർക്കും അറിയുന്നതാണ്, വരാഹി ദേവി ഒരു കാട്ടുപന്നിയുടെ തലയും ഒരു സ്ത്രീയുടെ ശരീരവുമായി സിംഹത്തിൽ ഗാംഭീര്യത്തോടെ ഇരിക്കുന്ന രൂപമാണ്. കറുത്ത നിറത്താൽ അലങ്കരിച്ചിരിക്കുന്ന ദേവിക്ക് 8 ദിവ്യ ആയുധങ്ങളും ചിഹ്നങ്ങളും വഹിക്കുന്നുണ്ട്. ലളിതാ സഹസ്രനാമത്തിൽ ത്രിപുരസുന്ദരി ദേവിയുടെ സേനാനായികയായിട്ടാണ് വരാഹി ദേവി അറിയപ്പെടുന്നത്. വിഷക്കുരൻ എന്ന മാരകമായ രാക്ഷസനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ കഠിനമായ സംരക്ഷണത്തിന്റെ ദിവ്യക്രമത്തിന്റെയും പ്രതീകവുമായ ശിക്ഷയുടെയും നീതിയുടെയും ദേവതയായി ദേവിയെ ആരാധിക്കുന്നു. പുരാണ ഗ്രന്ഥങ്ങൾ അനുസരിച്ച് വാരാഹ്യമൻ സസ്യങ്ങളെ പച്ചപ്പോടെ നിലനിർത്തുകയും വിളകളെ സംരക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. കാർഷിക സമൂഹത്തിന് ദേവിയുടെ ആരാധന വളരെ പ്രധാനമാണ്. കൃഷിയുമായി മഴക്കാലവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ആഷാഢമാസത്തിൽ വാരാഹി ദേവിയെ ആരാധിക്കുന്നത് അത്യുത്തമമാണ്. ആരോഗ്യം, സമ്പത്ത്, സമൃദ്ധി, അറിവ്, ശക്തി, സന്തതി, സന്തോഷം, ആത്മീയ പ്രബുദ്ധത എന്നീ 8 തരങ്ങളിലുള്ള സന്തോഷങ്ങളുടെ ദാതാവായും അമ്മയെ നാം ആരാധിക്കുന്നു. എത്ര തന്നെ ദേവിയെ ആരാധിച്ചാലും പ്രകീർത്തിച്ചാലും പ്രാർത്ഥിച്ചാലും മതിയാവില്ല. അത്ര തന്നെയാണ്, വർണ്ണനയ്ക്കതീതമാണ് അമ്മയുടെ ശക്തി. താന്ത്രിക ആരാധനക്രമത്തിൽ ശ്രീചക്രത്തിൽ അഷ്ടമാതൃക്കളിൽ 5ാമതായ പഞ്ചമി ദേവി എന്നറിയപ്പെടുന്ന വാരാഹി ദേവിക്ക് ഈ പ്രപഞ്ചത്തിലെ പരമോന്നത ശക്തിയായ പരാശക്തിയുടെ ഊർജ്ജത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്. ജൂൺ 26 മുതൽ ജൂലൈ 4 വരെയാണ് ആഷാഢ നവരാത്രി ആചരിക്കപ്പെടുന്നത്. സാധാരണയായി നാം വാരാഹി ദേവിയെ ചൊവ്വ, വെള്ളി, ശനി ദിവസങ്ങളിലും 2 പഞ്ചമി തിഥികളിലും ആരാധിച്ചു വരുന്നുണ്ട്. എല്ലാ ദിവസവും അമ്മയെ നാം പ്രാർത്ഥിക്കാമെങ്കിലും ചില ദിവസങ്ങളിലുള്ള പ്രാർത്ഥന, പ്രത്യേകിച്ച് ഈ ആഷാഢ നവരാത്രി, അതായത് വരാഹി നവരാത്രി കാലത്തെ പഞ്ചമി തിഥിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, മനമറിഞ്ഞു പ്രാർത്ഥിക്കുകയാണെങ്കിൽ അമ്മ നമ്മുടെ ഏത് ആഗ്രഹം സാധിച്ചു തരുന്നതാണ്. വരാഹി നവരാത്രി കാലത്ത് അമ്മയെ പൂജിക്കുന്നതിലൂടെ നമ്മുടെ ആരോഗ്യക്കുറവും നമ്മളിലുള്ള നെഗറ്റീവ് എനർജി മാറി ഐശ്വര്യവും സമ്പത്തും ആരോഗ്യവും ഒക്കെ നമ്മളിലേക്ക് വർഷിക്കുവാൻ അമ്മ നമ്മെ സഹായിക്കുന്നു. പഞ്ചമി തിഥി ആരംഭിക്കുന്നത് ജൂൺ 29 തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:15 മുതൽ ജൂൺ 30 തീയതി ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള സമയത്താണ്. ജൂൺ 30 തീയതി തിങ്കളാഴ്ച നിങ്ങൾക്ക് പഞ്ചമി പൂജകൾ ചെയ്യാവുന്നതാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ വേണമെങ്കിൽ ചെയ്യാം. രാത്രി ദേവതയായ വരാഹി ദേവിയെ രാത്രിയിലും ആരാധിക്കാവുന്നതാണ്. ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ഒരു പൂജ ആചരിക്കപ്പെടാവുന്നതാണ്. കാരണം വരാഹി നവരാത്രി കാലമായതിനാൽ വരാഹി ദേവിക്ക് തേങ്ങാദീപ വഴിപാട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും അറിയുന്നതാണ്, ഒരു വാഴയിലോ തട്ടത്തിലോ കുറച്ച് പച്ചരി വിതറി അതിന് മേലെ ഒരു തേങ്ങ പൊട്ടിച്ച് 2 കഷ്ണങ്ങളാക്കി വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കാവുന്നതാണ്. ഇത് 5 പഞ്ചമി തിഥികളിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും നടക്കുന്നതാണ്. വീട്ടിൽ വെച്ച് ഈ തേങ്ങാദീപ വഴിപാട് ചെയ്യാൻ പറ്റാത്തവർ അടുത്തെവിടെയെങ്കിലും വരാഹി ദേവിയുടെ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോയി ഈ തേങ്ങാദീപ വഴിപാട് ചെയ്യാവുന്നതാണ്. ദേവിക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു ദീപ വഴിപാടാണ് ഈ തേങ്ങാദീപ വഴിപാട്. ഇനി അടുത്തതായി ഞാൻ പറയാൻ പോകുന്ന ഒരു ദീപ വഴിപാട് എന്ന് പറയുന്നത്, ഇന്ന് പഞ്ചമി തിഥിയിൽ ഈ ഒരു ദീപ വഴിപാട് ഇന്ന് ഈ പഞ്ചമി തിഥിയിൽ ചെയ്യുന്നതിലൂടെ, പ്രത്യേകിച്ച് ഈ ആഷാഢ പഞ്ചമി, നമ്മുടെ കടബാധ്യതയൊക്കെ മാറി നല്ലൊരു സാമ്പത്തിക ഭദ്രത വരികയും അമ്മയുടെ അനുഗ്രഹവും ഐശ്വര്യവും ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് 5 ഇലകളാണ്. വരാഹി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചെമ്പരത്തി ഇല, മൈലാഞ്ചി ഇല, കൂവളത്തില, തുളസി ഇല, വേപ്പിൻ്റെ ഇല, ഇവ 5 ഇലകളാണ് വേണ്ടത്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു തട്ടത്തിൽ കുങ്കുമവും മഞ്ചളും ഒക്കെ തൊട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഇലകൾ എല്ലാം നിരത്തി വെച്ച് ഒരു മൺചിരാതിൽ നെയ്യൊഴിച്ച് വിളക്ക് കത്തിക്കാവുന്നതാണ്. ഇനി ഈ ഇലകൾ എല്ലാം കിട്ടാൻ പ്രയാസമാണെങ്കിൽ, പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് എല്ലാ ഇലയും കിട്ടണമെന്നില്ല. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഇല കിട്ടുന്നത് 5 എണ്ണം വെച്ചിട്ട് മൺവിളക്ക് വെച്ച് വിളക്ക് കത്തിക്കാവുന്നതാണ്. കിട്ടുകയാണെങ്കിൽ ഒരു ചെമ്പരത്തി പൂവ് കൂടെ വെച്ച് വിളക്ക് തെളിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കൂവളത്തില വെക്കാൻ പറഞ്ഞു. ഇന്ന് മഹാദേവന് പ്രിയപ്പെട്ട തിങ്കളാഴ്ച ദിവസം കൂടി വന്നതിനാലാണ് കൂവളത്തിലയും കൂടി വെക്കുവാനായിട്ട് പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇതൊന്നും ഇലകൾ കിട്ടുന്നില്ലെങ്കിൽ 5 മൺചിരാതിൽ നെയ്യ് ഒഴിച്ച് അമ്മയ്ക്ക് 5 വിളക്ക് കത്തിക്കാവുന്നതാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു വലിയ വിളക്കാണെങ്കിൽ അതിൽ 5 തിരിയിട്ട് 5 ദിക്കിലേക്കായിട്ട് വിളക്ക് തെളിയിക്കാവുന്നതാണ്. ഇതിലെല്ലാ വിളക്കും തെളിയിക്കണമെന്നല്ല, നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഏത് വിളക്ക് തെളിയിക്കാൻ പറ്റുമോ അതിലേതെങ്കിലും ഒരു വിളക്ക് തെളിയിക്കാവുന്നതാണ്. വിളക്ക് തെളിയിച്ചതിന് ശേഷം അമ്മയെ മനസ്സിൽ വിചാരിച്ച്, അമ്മയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, അമ്മയെ വിശ്വാസം അർപ്പിച്ച് അമ്മയുടെ ഈ ഒരു മന്ത്രം, ഈ പഞ്ചമി മന്ത്രം 108 തവണ ചൊല്ലാവുന്നതാണ്. മന്ത്രം ഇതാണ്: ആഷാഢ പഞ്ചമി പൂജനപ്രിയായേ നമോ നമഃ ഓം, വാരാഹിയേ നമോ നമഃ ഓം. വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടി ശ്രീ വരാഹി ദേവിയെ പ്രാർത്ഥിച്ചോളൂ. അതിന് 100% ഫലമുണ്ടാവുന്നതാണ്. എല്ലാവർക്കും വരാഹി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്